എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 15, 16 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ കവി ബലരാമൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു, വളരെ ഭംഗിയായിട്ട് ദ്വാരക മുഴുവനും അത് ആഘോഷിച്ചു എന്ന് വർണ്ണിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പുരുഷൻ, അതായത് ഒരു വേത്രവതി എന്നാണ് പറയുക, അതായത് ഭടന്മാരിലൊരാൾ, അദ്ദേഹം വന്ന് അറിയിക്കുകയാണ്. അതാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. ദ്രാധിഷ്ഠമാർഗഭ്രമണം നിജേന നിവേദയൻ ഗ്ലാനിമതാ മുഖേന ദേവദ്വിജന്മാ തവ ദർശനാർത്ഥി കശ്ചിത് ഗൃഹദ്വാരി നിഷീദതീതി. ആദ്യം പദച്ഛേദം പറയാം. ദ്രാധിഷ്ഠമാർഗഭ്രമണം നിജേന നിവേദയൻ ഗ്ലാനിമത മുഖേന ദേവ ദ്വിജന്മാ തവ ദർശനാർത്ഥി കശ്ചിത് ഗൃഹദ്വാരി നിഷീദതി ഇതി. അവസാനത്തെ വാക്കിൽ മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ബാക്കിയൊക്കെ ചെറിയ വാക്കുകളും വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരുന്ന പദങ്ങളുമാണ്. എന്താണ് ആ വേത്രി എന്നാണ് പുരുഷന്മാരെ പറയുക, സ്ത്രീകളെ വേത്രവതി എന്ന് പറയും. എന്താണ് അദ്ദേഹം എന്ന് അറിയിച്ചത് എന്ന് അതാണ് പറയണത് ഈ ശ്ലോകത്തിൽ. ദേവ എന്നുള്ളത് സംബോധനയാണ്. പ്രഭോ ശ്രീകൃഷ്ണ, നിജേന ഗ്ലാനിമത മുഖേന ദ്രാധിഷ്ഠമാർഗഭ്രമണം നിവേദയൻ കശ്ചിത് ദ്വിജന്മ ഏതോ ഒരു ബ്രാഹ്മണൻ, ദ്വിജന്മം എന്ന് പറഞ്ഞാൽ ജനനവും ഉപനയനവും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ ദ്വിജന്മാവ് എന്ന് വിളിക്കുന്നു. ബ്രാഹ്മണൻ എന്നർത്ഥം. ജനിക്കുന്നു, അതിനുശേഷം ഉപനയനം കഴിയുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിലേക്ക് തിരിയണത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനത്തിലേക്ക് തിരിയുന്നവൻ എന്നർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ദ്വിജന്മാവാണ്. ദ്വിജന്മ എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല, ദ്വാരകയുടെ അടുത്ത പ്രദേശങ്ങളിലൊന്നും ഉള്ള ആളല്ല, കണ്ടിട്ടുമില്ല, ഒട്ടും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കശ്ചിത് ഏതോ ഒരു ദ്വിജന്മാവ്, ഒരു ബ്രാഹ്മണൻ, ഗൃഹദ്വാരി നമ്മുടെ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ. എന്തിനാ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത്? എന്തിനാണ്? ഭഗവാനെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അവിടെ നിഷീദതി വന്നിരിക്കുന്നുണ്ട്, അവിടെ ഉപവിശതി ഭഗവാനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ബ്രാഹ്മണൻ കോട്ടവാതിൽക്കൽ നിൽപ്പുണ്ട് എന്നാണ് പറഞ്ഞു വരണത്. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ വിശേഷണങ്ങളാണ് അതായത് ആദ്യത്തെ വരി കൊണ്ടാണ് അത് പറയണതെങ്കിലും മുഖ്യമായിട്ടുള്ള വാക്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ, മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണൻ കോട്ടവാതിൽക്കൽ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രാഹ്മണനെ കണ്ടിട്ട് വേത്രിക്ക് എന്താ തോന്നിയത് എന്ന് പറയാണ്. നിജേന ഗ്ലാനിമത മുഖേന, തൻ്റെ മുഖം, അതായത് ബ്രാഹ്മണൻ്റെ മുഖം വാടിയിട്ടുണ്ട്. ഗ്ലാനിമത, മുഖത്ത് നല്ല ക്ഷീണം കാണാനുണ്ട്. ആ ക്ഷീണം കാണുമ്പോൾ എന്താണ് മനസ്സിലാവണത് എന്നാണ് പറയണത്. ദ്രാധിഷ്ഠ മാർഗഭ്രമണം നിവേദയൻ തവ ദർശനാർത്ഥി കശ്ചിത് ദ്വിജന്മ. ആ മുഖം അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വേത്രിക്ക് തോന്നുകയാണ് ദ്രാധിഷ്ഠ മാർഗഭ്രമണം, വളരെ ദൂരം യാത്ര ചെയ്തിട്ടാണ് വരണത്. ദ്രാധിഷ്ഠമാർഗം എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്ത് നിന്നുള്ള അത്രയും വഴി ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ട്, വേറെ ഏതോ ഒരു രാജ്യത്തിൽ നിന്ന് കുറേയധികം സഞ്ചരിച്ചിട്ടാണ്, മാർഗത്തിലൂടെ നടന്നിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്ന് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതാണ് ദ്രാധിഷ്ഠ മാർഗഭ്രമണം, മാർഗത്തിലൂടെയുള്ള സഞ്ചാരം. ഗ്ലാനിമതാ മുഖേന നിവേദയൻ, തൻ്റെ ക്ഷീണിച്ച മുഖം കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കുന്നവനായ താദൃശ ദ്വിജന്മ. സഹ കിമർത്ഥമാകത, എന്തിനാ വന്നിരിക്കണതെന്നാണെങ്കിൽ തവ ദർശനാർത്ഥി, അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് കോട്ടവാതിൽക്കൽ നിൽപ്പുണ്ട് എന്നുള്ളത് വേത്രി വന്നിട്ട് ഭഗവാനെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചിട്ടൊന്നുമല്ല, ഭഗവാനെ കാണാനുണ്ട് എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ദൂരെ നിന്ന് വരികയാണെന്നുള്ളതൊന്നും ചോദിച്ച് മനസ്സിലാക്കിയതല്ല. ലക്ഷണങ്ങൾ കണ്ടിട്ട് പറയാണ്, മുഖമൊക്കെ വാടിയിട്ടുണ്ട്, ക്ഷീണമുണ്ട്, അതുകൊണ്ട് കുറേ നടന്നിട്ടാണ് വരണത് ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് വേത്രി പറയുകയാണ്. അതിനെന്താണ് ഭഗവാൻ മറുപടി പറയണത് എന്നുള്ളതാണ്
16ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം നോക്കാം. സവേത്രിണസ്തസ്യ നിശമ്യ വാചം ബഭാഷേ വിഭുരാദരേണ പ്രവേശ്യതാമാശു നനു ദ്വിജേന്ദ്രാ നിവാരണീയാ ന കദാചനേതി. ആദ്യം പദച്ഛേദം പറയാം. സ വേത്രിണ തസ്യ നിശമ്യ വാചം ബഭാഷേ വിഭു ആദരേണ പ്രവേശ്യതാം ആശു നനു ദ്വിജേന്ദ്രാഃ നിവാരണീയാ ന കദാചന ഇതി. വളരെ ലളിതമായിട്ടുള്ള മറ്റൊരു ശ്ലോകം. ഭഗവാന്റെ സംഭാഷണമാണ്. സംഭാഷണമാകുമ്പോൾ തന്നെ പൊതുവെ ലളിതമാവും. പ്രത്യേകിച്ച് വർണ്ണനകളൊന്നുമില്ല. കാര്യമാത്ര പ്രസക്തമാണ്. കാര്യം പറയണേ ഉള്ളൂ. അപ്പോൾ ആ വേത്രിയോട് എന്താ ഭഗവാൻ പറഞ്ഞത് എന്ന് പറയാണ്. സവിഭു, ആ ഭഗവാനാകട്ടെ, തസ്യ വേത്രിണ വാചം നിശമ്യ, ആ വേത്രിയുടെ, വേത്രം എന്ന് പറഞ്ഞാൽ ചൂരൽ എന്നർത്ഥം. ചൂരൽ പിടിച്ചിട്ടുള്ള ആൾ ഭടൻ, അതായത് നിയന്ത്രിക്കാൻ അധികാരമുള്ള ഒരാളാണ്. അകത്തേക്ക് ആരൊക്കെ വരണം, ആരൊന്നും വരാൻ പാടില്ല എന്നുള്ളതൊക്കെ നിയന്ത്രിക്കാൻ അതിനുള്ള അധികാരമുള്ള ആളുടെ കയ്യിൽ വടിയുണ്ടാവും. ഇന്നത്തെ പോലീസുകാരുടെ കയ്യിലൊക്കെ ലാഠി ഉള്ളതുപോലെ അന്നത്തെ കാലത്തെ ഭടന്മാർ പലതരത്തിലുണ്ടായിരുന്നു. കയ്യിൽ ഈ വേത്രം ധരിക്കാൻ അർഹതയുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹമാണ് വന്ന് പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ട്, അപ്പോൾ ശ്ലോകത്തിൽ 2 തവണ വാചം എന്ന് പറഞ്ഞു, അടുപ്പിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു വാചം വേത്രി പറയണതും മറ്റൊരു വാചം ഭഗവാൻ പറയണതുമാണ്. അത് വെവ്വേറെ തന്നെ അന്വയിക്കണം. അതുകൊണ്ടാണ് 2 തവണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സവിഭു തസ്യ വേത്രിണ വാചം നിശമ്യ, ആ വിഭുവാകട്ടെ വേത്രിയുടെ, കാവൽക്കാരൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ മറുപടി പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബ്രാഹ്മണനോടുള്ള ബഹുമാനം പറയാണ്. ആശു ആദരേണ പ്രവേശ്യതാം നനു കഥാചന ദ്വിജേന്ദ്രാഃ ന നിവാരണീയാഃ ഇതി വാചം ബഭാഷ. ഇവിടെയാണ് ഭഗവാന്റെ വാക്കുകൾ ഏതാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വേത്രിയുടെ വാക്ക് കേട്ടിട്ട് വേഗം തന്നെ ആദരേണ പ്രവേശ്യതാം എന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. ആദരവോട് കൂടിയിട്ട് ബ്രാഹ്മണനെ അകത്തേക്ക് കടത്തിവിടൂ എന്നിങ്ങനെ. ആ ബ്രാഹ്മണനോടുള്ള ആദരവ് വാക്കുകളിലൊക്കെ വ്യക്തമാവുന്നുണ്ട്. ഈ വേത്രിയോടും അതേ രീതിയിൽ തന്നെയാണ് പറയണത്. ആദരേണ പ്രവേശ്യതാം, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറ്റിവിടൂ. അതായത് അവിടെ ധിക്കാരമോ അഹങ്കാരമോ ഒന്നും കാണിക്കരുത്. ബ്രാഹ്മണനോട് ഒരിക്കലും അത് കാണിക്കാൻ പാടില്ല. അറിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആദരവോട് കൂടിയിട്ട് കടത്തിവിടൂ എന്നിങ്ങനെ. ആദരേണ പ്രവേശ്യതാം. അതുമാത്രമല്ല, നനു മാത്രവുമല്ല, കഥാചന ദ്വിജേന്ദ്രാഃ ന നിവാരണീയാഃ ഇതി. ദ്വിജേന്ദ്രന്മാർ തടയപ്പെടാൻ പാടില്ല എന്നും വാചം ബഭാഷെ എന്നുമുള്ളതായ വാക്കുകൾ വേത്രിയോട് പറഞ്ഞു. അതായത് ബ്രാഹ്മണരാരെങ്കിലും ഭഗവാനെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വാതിൽക്കൽ എത്തിയാൽ അവിടെ തടയേണ്ട കാര്യമില്ല. ചോദിക്കണോ എന്ന് പോലും, അതായത് ഭഗവാനോട് സമ്മതം ചോദിക്കണോ എന്ന് പോലും ആലോചിക്കേണ്ട, കടത്തി വിട്ടാൽ മതി. അത്രയ്ക്ക് ആദരവ് അർഹിക്കുന്നവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് തടയരുത്. തടഞ്ഞിട്ടാണല്ലോ പറയാം, ഞാൻ ചോദിച്ചിട്ട് വരാം, ഇവിടെ ഒന്ന് കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് അനുവാദം പോലും ചോദിക്കാൻ വരണ്ട. ബ്രാഹ്മണരാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, അവർ വിശ്വസ്തരായിരിക്കും, ചതിക്കാനായിരിക്കില്ല, ഉപദ്രവിക്കാനായിരിക്കില്ല, കടത്തിവിടേണ്ടതാണ് എന്ന് ഒരു ആജ്ഞയും പുറപ്പെടുവിച്ചു വേത്രിയോട്. അതാണ് പറയണത്. അവിടെയാണ് ഭഗവാന്റെ വാക്കുകൾ ഏതാണ് എന്ന് വ്യക്തമാവണത്. അങ്ങനെ ബ്രാഹ്മണൻ അകത്തേക്ക് വരണതായിട്ടുള്ള ഭാഗം അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദ്രാധിഷ്ഠമാർഗഭ്രമണം നിജേന നിവേദയൻ ഗ്ലാനിമതാമുഖേന ദേവദ്വിജന്മാ തവ ദർശനാർത്ഥീ കശ്ചിത് ഗൃഹദ്വാരി നിഷീദതീതി. സവേത്രിണസ്തസ്യ നിശമ്യ വാചം ബഭാഷേ വിഭുരാദരേണ പ്രവേശ്യതാമാശു നനു ദ്വിജേന്ദ്രാ നിവാരണീയാ ന കദാചനേതി. അങ്ങനെ വേത്രി പോയിട്ട് ആ പുറത്ത് നിൽക്കുന്ന, കോട്ടയ്ക്ക് പുറത്ത് കോട്ടവാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഭഗവാന്റെ ആജ്ഞ എന്താണ്, കാണാൻ തിരുമുഖം കാണാറായോ എന്നുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ബ്രാഹ്മണനോട് അകത്തേക്ക് കടന്നു വരാൻ പറയണതാണ് അടുത്ത ശ്ലോകം. അത് അടുത്ത ദിവസം നോക്കാം. അടുത്ത ശ്ലോകങ്ങളിൽ പിന്നെ രുക്മിണി സ്വയംവരത്തിനൊക്കെയുള്ള ആ ഒരു പുറപ്പാടാണ് കാണാൻ പോണത്. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാൻ പറ്റും.
സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.